संडे है और 2025 का ये आखिरी रविवार है। प्रेज लॉर्ड। എല്ലാവരും ഒരു ചിരിച്ച മുഖത്തോട്ടിരുന്നാണ്. सब एक हंसे हुए चेहरे के साथ बैठे। प्रेज लॉर्ड। എന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കൂടെ വിഷമം വരുന്നു. आपके मुंह को देखकर मुझे भी काफी दुख हो रहा है। प्रेज लॉर्ड। हालेलुया हालेलुया। ഈ ഒരു വർഷം മുഴുവൻ ദൈവം നമ്മളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചു. और ये पूरा वर्ष भर परमेश्वर ने अपने आँख की पुतली के समान हमें सुरक्षित रखा। आमेन आमेन। എത്ര ആക്സിഡന്റിന് കർത്താവ് നമ്മളെ വിടുവിച്ചു. और परमेश्वर ने कितने जो है घटनाओं से जो हमें बचा के रखा। आमेन आमेन। നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച നമ്മുടെ കർത്താവ്. और हमारे परमेश्वर ने हमारे प्राण को जो है हमारे मृत्यु से जो है बचाया है। അതിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടിയിരുന്ന നമ്മുടെ ദൈവം और हमारी सारे आवश्यकताओं में हमारे साथ रहा। അവനെ ആരാധിക്കാനായി പകൽ നമ്മൾ ആയിരിക്കുന്നത്. और उसकी आराधना करने के लिए आज हम सुबह इकट्ठे हुए हैं। നന്നായി കർത്താവിനെ കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. अच्छे से अपने हाथों को उठा के प्रभु को धन्यवाद स्तुति दे। हालेलुया। യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. यूहन्ना 14 का 18 पढ़े। आंखों को बंद कर प्रार्थना करेंगे. പരിശുദ്ധ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. ഹൃദയമായിട്ട് ആത്മാവ് സംസാരിക്കണമേ, ശുശ്രൂഷ പാടികളെ ബലപ്പെടുത്തണമേ, കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹപ്പെടുത്തലുമായി തീരുവാൻ ദൈവകൃപ കൂടിയിരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ, और यीशु अपने चेलों से कहता है, അവസാന സമയത്ത് പറയുകയാ, और अपने अंतिम समय में कहता है, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. मैं तुम्हें अनाथ नहीं छोड़ूंगा। എല്ലാവരും വായ്കളെ തുറന്നു പറഞ്ഞാട്ടെ. सब अपने मुंह को खोलकर कहें, എന്റെ ദൈവം എന്നെ അനാഥനായി വിടത്തില്ല. मेरा परमेश्वर मुझे अनाथ न छोड़ेगा। ഹല്ലേലൂയ. हालेलुया। അവർക്ക് വിശ്വാസമുണ്ട്. कितने लोग विश्वास करते हैं? കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞാട്ടെ. वो हाथ उठा के अपना मुंह खोल के बोले, എന്റെ ദൈവം എന്നെ അനാഥരായി വിടുകയില്ല. मेरा परमेश्वर मुझे अनाथ न छोड़ेगा। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। ആമേൻ. आमेन। എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? इसका मतलब क्या है? ഞാൻ നിങ്ങൾക്കൊരു ന്യൂ അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. मैंने तुम्हारे लिए एक नई व्यवस्था की है। ആമേൻ. आमेन। കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ സ്വർഗ്ഗത്തേക്ക് പോകും. और कुछ समय बीतने पर मैं स्वर्ग में उठा लिया जाऊंगा। ശിഷ്യന്മാരോട് പറയുകയാ, और अपने चेलों से कहता है, കുറച്ചുകൂടെ കഴിയുമ്പോൾ और कुछ समय बीतने पर ഞാൻ നിങ്ങളെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകും. मैं तुम्हें छोड़कर जो है स्वर्ग की ओर जाऊंगा। നിങ്ങൾ ഒറ്റയ്ക്കായി നിങ്ങൾ തോന്നിപ്പോകും. और तुम जो है अकेले पड़ जाओगे। പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ അറേഞ്ച്മെന്റ് ചെയ്യും. और मैं तुम्हारे लिए एक नई व्यवस्था करता हूँ। അതെന്താ അറേഞ്ച്മെന്റാ? वो नई व्यवस्था क्या है? ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. मैं जाकर तुम्हारे लिए एक सहायक को भेजूंगा। ഞാൻ പോയിട്ട് मैं जाकर നിങ്ങളെ വഴി നടത്താൻ വേണ്ടി, और तुम्हारे जो मार्ग में चलाने के लिए, സത്യത്തിൽ വഴി നടത്താൻ വേണ്ടി, सत्य के मार्ग में चलाने के लिए പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി നൽകി തരും. पवित्र आत्मा को तुम्हारे लिए भेजूंगा। ഹല്ലേലൂയ. हालेलुया। പകലിൽ ആ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. आज सुबह के समय वही परमेश्वर की उपस्थिति हमारे साथ है। നമ്മൾ ഒറ്റയ്ക്കല്ല. हम अकेले नहीं हैं। നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. हमारा परमेश्वर हमारे साथ है। ഹല്ലേലൂയ. हालेलुया। ശിഷ്യന്മാരെ എല്ലാം വിട്ടിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരാ. और चेले अपना सब कुछ छोड़कर जो है यीशु मसीह के पीछे हो लिए। അവർക്കൊക്കെ ഓരോ ഫാമിലി ഉണ്ടായിരുന്നു. और उनके पास प्रत्येक के पास जो अपना अपना एक परिवार था। പത്രോസ് വിവാഹം കഴിച്ചവരാണ് നമുക്കറിയാം. और हम जानते हैं कि पतरस ने जो है वो पतरस विवाहित था। കാരണം പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ യേശു സൗഖ്യമാക്കി. क्योंकि पतरस की सास को जो है परमेश्वर ने चंगा किया। അവർ വിവാഹം കഴിച്ച് ചിലപ്പോൾ മക്കളും ഉണ്ടായിരിക്കാം. और हो सकता है कि वो विवाह होने के बाद उसको बच्चे भी हो। ഓരോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. और एक परिवार का पूरा उत्तरदायित्व उनको है। പക്ഷെ യേശു വന്ന് വിളിച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പോ, लेकिन जब यीशु ने उनसे कहा मेरे पीछे हो ले, ആ ശബ്ദം കേട്ട് तब वो शब्द को सुनकर ഒന്നും കാണാതെ और कुछ न देखते हुए യേശുവിന്റെ ശബ്ദം മാത്രം കേട്ട് केवल यीशु का शब्द सुनकर യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചവരാ ശിഷ്യന്മാരെ. और वो चेले लोग जो है यीशु के पीछे हो लिए। Praise the Lord. प्रेज द लॉर्ड। Hallelujah. हालेलुया। അവര് 3.5 വർഷം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. और वो 3.5 साल तक यीशु के साथ थे। അവസാനം കർത്താവ് അവരെ നോക്കിട്ട് പറയാ, और आखिर में यीशु ने उनको देखकर कहा, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. मैं तुम्हें अनाथ न छोड़ूंगा। സ്തോത്രം. നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടത്തില്ല. मैं तुम्हें अकेले नहीं छोड़ूंगा। ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. मैं तुम्हारे साथ रहूंगा। സ്തോത്രം. प्रेज द लॉर्ड। പരിശുദ്ധാത്മാവിനെ അയക്കും.
और पवित्र आत्मा को भेजूंगा। പഴയ നിയമത്തിൽ ഒരുപാട് അഭിഷിക്തന്മാരുണ്ട്. और पुराने नियम में कई अभिषिक्त दास लोग हैं। അബ്രഹാമുണ്ട്, अब्राहम है, മോശയുണ്ട്, मूसा है, നോഹയുണ്ട്, नूहा है, ഏലിയാവുണ്ട്, एलिया है, എലീശയുണ്ട്, एलीशा है, യഹസ്കേലുണ്ട്, यहेजकेल है, യിരെമ്യാവുണ്ട്. यिर्मयाह है। അതിശക്തന്മാരായ ദൈവത്തിന്റെ അഭിഷിക്തന്മാരുണ്ട്. काफी जो है सामर्थ्य जो है प्रभु के दास लोग हैं। പക്ഷെ അവർക്കൊന്നും കൊടുക്കാത്തതായി പുതിയ നിയമ വിശ്വാസികളായി നമുക്ക് ദൈവം നൽകി തന്നത്. लेकिन उनको नहीं प्राप्त होते हुए परमेश्वर ने हम जो है नई नियम की जो कलीसिया को होते हुए हमको दिया है। ഹല്ലേലൂയ. हालेलुया। ദൈവം നമുക്ക് നൽകി തരുന്നത് और परमेश्वर जो हमको देता है ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. वो सबसे उत्तम है। ദൈവം നമുക്ക് നൽകി തരുന്നത് परमेश्वर जो हमें देता है മറ്റാർക്കും കൊടുക്കാത്തതായിരിക്കും. वो किसी और को नहीं दिया है। ദൈവം നമുക്ക് നൽകി തരുന്നത് परमेश्वर जो हमें देता है അത് ഏറ്റവും പുതിയതായിരിക്കും. वो सबसे नया होगा। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश ആ हैं? സർവശക്തന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. वो सर्वशक्तिमान की उपस्थिति हमारे साथ में है। Praise the Lord. Praise the Lord। യാക്കോബ് അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി. और याकूब ने जो है अपने पिताजी को धोखा देकर उसने आशीष ले लिया। ആമേൻ. आमीन। അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോ और जब उसने आशीष को प्राप्त किया ഏശാവ് പറയുകയാ, एसाव कहता है എന്റെ അനുഗ്രഹം അവൻ തട്ടിയെടുത്തു. मेरा जो अनुग्रह है वो उसने धोखे से ले लिया। ഇസ്ഹാക്ക് മരിക്കുന്ന സമയമുണ്ട്. और इसहाक का जो है मरने का समय है, അവൻ മരിച്ചു കഴിയുമ്പോ वो मरने के बाद ഞാൻ അവനെ കൊല്ലും. मैं उसे मारूंगा। Praise the Lord. Praise the Lord। ഇത് അമ്മ കേട്ടപ്പോ और जब उसकी माँ ने ये सुना യാക്കോബിനോട് പറയുകയാ, याकूब से कहती നീ है ഹാരാനിലേക്ക് ഓടിപ്പോകാ. तू हारान की तरफ जो भाग जा। കാരണം എന്താ? उसका कारण क्या है? ഏശാവ് നിന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടേക്കയാ. क्योंकि एसाव ने जो है युक्ति की है तुझे मार डालने के എപ്പോൾ അപ്പം മരിക്കുന്നോ लिए। जैसी पिता मरेगा ആ സമയത്ത് നിന്നെ കൊല്ലും और उसी समय वो तुझे मारेगा। എന്ന് പറഞ്ഞ ഏശാവ് അവന്റെ ജീവൻ ഒരു പരിധി ഇട്ടേക്കുക. और एसाव ने जो है उसके एक जीवन के लिए एक सीमा ठहराई है। Praise the Lord. Praise the Lord। ഈ സമയം വരെ നീ ജീവിച്ചിരിക്കുന്നുള്ളൂ. कि इस समय तक तू जीवित रहेगा। ഈ സമയം വരെ നീ ജീവിച്ചിരിക്കുന്നുള്ളൂ. केवल इस समय तक तू जीवित ആ रहेगा സമയം ഞാൻ നിന്നെ കൊല്ലും. और उसके बाद मैं तुझे मार ഇത് दूंगा। കേട്ടോണ്ട് യാക്കോബ് ഓടിപ്പോകുകയാ. और ये सुनकर याकूब वहां से दौड़ता है। Praise the Lord. Praise the Lord। യാക്കോബ് ഓടിപ്പോകുന്നത് ഭയന്നാ ഓടിപ്പോകുന്നത്. याकूब जब वहां से भागता है वो डर के मारे वहां से भागता है। എന്തെങ്കിലും ശബ്ദം പുറകെ കേട്ടാല് यदि कोई भी शब्द वो सुन ले പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. तो झट से पीछे देखता है ഏശാവ് വരുവാണോ? कि क्या ऐसा मेरा पीछा तो नहीं कर എന്നെ रहा, കൊല്ലുവോ? क्या वो मुझे मार डालेगा। മരണഭയം കൊണ്ടാ ഓടിപ്പോകുന്നത്. और जब भागता है तो मृत्यु का भय उसके अंदर है। Praise the Lord. Praise the Lord। അങ്ങനെ ബേർഷെബയിൽ ചെന്നു. ऐसे वो बेरशेबा में जाता है സൂര്യൻ അസ്തമിച്ചു. और सूर्य अस्त हुआ യാത്രയ്ക്ക് തടസ്സം ഉണ്ടായി. और यात्रा में उसका रुकावट हुआ। Praise the Lord. Praise the Lord। കല്ലെടുത്ത് വെച്ച് തലകണ വെച്ച് കിടന്നുറങ്ങുമ്പോ और पत्थर को जब उसने तकिया बना के वहां सोता है താൻ ദർശനം കാണുകയാ. तब उसने दर्शन देखा। ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി സീഡി. पृथ्वी में जो एक सीढ़ी है അമേ अबे ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. और उसमें स्वर्गदूत जो है उतरते नीचे आते हैं। ഗോവേണിയുടെ മുകളിൽ ദൈവം നിൽക്കുന്നു സ്വർഗത്തില്. और ऊपर जो है उसने परमेश्वर को देखा स्वर्ग में। സ്തോത്രം. ഇപ്പൊ എന്താ യാക്കോബിന് മനസ്സിലായത്? अब याकूब को क्या समझ में आया? ഞാൻ ഒറ്റയ്ക്കല്ല, मैं अकेला नहीं हूँ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. मेरा परमेश्वर मेरे साथ है, ദൂതന്മാർ എന്റെ കൂടെയുണ്ട്. स्वर्गदूत मेरे साथ है। സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ, स्तुति दे, ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, सब मिलकर कहे എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. मेरा परमेश्वर मेरे साथ है സ്വർഗീയ ദൂതന്മാർ എനിക്ക് ചുറ്റും കാവലായിട്ടുണ്ട്. और स्वर्गदूत मेरी रक्षा के लिए मेरे साथ है। അവൻ എന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല, और वो मुझे अनाथ छोड़ने वाला എന്നെ परमेश्वर ഒറ്റയ്ക്ക് नहीं है। വിടുന്ന ദൈവമല്ല. वो मुझे कभी भी अकेले नहीं छोड़ेगा। ഹല്ലേലൂയ. हालेलुया। അവിടെ നിന്നുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കുക. और वहां से परमेश्वर उससे बातचीत ഞാൻ करता है। അബ്രഹാമിന്റെ ദൈവമാ, मैं अब्राहम का परमेश्वर हूँ, ഇസ്ഹാക്കിന്റെ ദൈവമാ, मैं इसहाक का ഞാൻ परमेश्वर നിന്നെ हूँ, നശിപ്പിക്കത്തില്ല. मैं तुझे नाश होने के लिए नहीं। ഏശാവ് നിന്നെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. और ऐसा जो तुझे मार डालने के लिए मैं अनुमति नहीं दूंगा। ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ, मैं तुझे आशीष देने ഞാൻ वाला നിന്നെ परमेश्वर हूँ। വർദ്ധിപ്പിക്കുന്ന ദൈവമാ. मैं तुझे जो है बढ़ाने वाला परमेश्वर हूँ। ഹല്ലേലൂയ. हालेलुया। Praise the Lord. प्रेज द लॉर्ड। ഏശാവ് ജീവനൊരു അതിരിട്ട് और ऐसा ने उसके जो जीवन के लिए एक सीमा ठहराया ഞാൻ നിന്നെ കൊല്ലും. कि मैं तुझे मार दूंगा। പക്ഷെ ദൈവം പറയാ लेकिन परमेश्वर कहता है അത് നടക്കത്തില്ല. ऐसा नहीं होगा। പകർക്കാൻ വിശ്വസിച്ചാട്ടെ, आज सुबह के समय आप विश्वास करें, നമ്മുടെ ജീവന് നേരെ വരുന്ന വെല്ലുവിളികൾ हमारे जीवन के खिलाफ आते हुए सारी चुनौतियां, Praise the Lord. നോക്കി നമ്മൾ ഭയപ്പെടുന്നത്, लोग जो हमें डराते हैं സിറ്റുവേഷൻ നമ്മൾ നോക്കി പറയും, और परिस्थिति हमें देखकर कहता है ഓ ആരോഗ്യമൊക്കെ കുറഞ്ഞു, तेरा जो है बल नष्ट हो गया, Praise the Lord. ബലമൊക്കെ കുറഞ്ഞു, बलहीन हो गया, ഇനി അധിക നാളില്ല. अब ज्यादा दिन नहीं है तेरे Praise पास। the Lord.
Praise the Lord. അധികം നാളില്ല. अभी तेरे पास ज्यादा दिन नहीं है. ശത്രു നിന്നെ നോക്കി പറയും, शत्रु तुझे देखकर कहेगा അധികം നാൾ നീ കാണത്തില്ല. कि तू ज्यादा दिन जीवित नहीं रहेगा. നിന്റെ ദൈവം നോക്കി പറയും, പക്ഷെ നിന്റെ ദൈവം നിന്നെ നോക്കി लेकिन പറയും, परमेश्वर तुझे देखकर कहेगा Praise the Lord. Praise the Lord. മരണത്തിന് നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. कि मृत्यु तुझे नहीं छुएगी, मैं उसको अनुमति नहीं ഇന്ന് दूंगा. പകൽ വിശ്വസിക്കുക. आज सुबह आप विश्वास ചില करें. മരണത്തിന്റെ വെല്ലുവിളികളെ തകർക്കുക. कुछ मृत्यु की चुनौतियों को तोड़ने के लिए നമ്മുടെ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. हमारा परमेश्वर की उपस्थिति हमारे साथ है. ശത്രു നമ്മളെ വെല്ലുവിളിക്കുന്നത് കേട്ട് ഭയപ്പെടരുത്. और शत्रु जो हमें चुनौती देता है उसे सुनकर भयभीत न हो. ചില മരണത്തിന്റെ ബന്ധനങ്ങളെ അടിക്കുക, और कुछ मृत्यु के बंधनों को तोड़ने के लिए പൈശാചികമായ പദ്ധതികളെ തകർക്കുക. और शैतान के जो है बंधनों को तोड़ने के നീ लिए സേവിക്കുന്ന നിന്റെ ദൈവം നിന്റെ അരികിലുണ്ട്. और जिस परमेश्वर की तू सेवा करता है वो परमेश्वर तेरे साथ है. ഹല്ലേലൂയ. हालेलुया. Praise the Lord. Praise the Lord. സാരാഫാത്തിൽ ഒരു വിധവയും മകനും പറയുകയാ, और सारपत में एक विधवा और उसका बेटा कहते हैं, ഒരു പിടി മാവുണ്ട്, और एक मुट्ठी जो मैदा है തുരുത്തിയിൽ അല്പം എണ്ണയുണ്ട്. और एक कुप्पी में तेल है. ഇത് നോക്കിട്ട് അവർ പറയുകയാ, और ये देखकर वो कहते हैं കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ മരിച്ചു പോകും. और कुछ समय के बाद हम मर जाएंगे. ഈ ക്ഷാമത്തിൽ ഞങ്ങൾ മരിച്ചു പോകും. और इस अकाल में हम मर जाएंगे. അപ്പൊ അപ്പുറത്ത് ദൈവം ഏലിയാവിനോട് പറയുകയാ, लेकिन वहाँ परमेश्वर एलिया से कहता है, ദൈവാത്മാവ് ഏലിയാവോട് പറയുകയാ, और परमेश्वर का आत्मा एलिया से നീ कहता है സാരാഫാത്തിലേക്ക് ചെല്ല്. कि तू सारपत में जा. മരണത്തെ കണ്ടുകൊണ്ട് ഒരു അമ്മ ഒരു മകനും ഉണ്ട്. और मृत्यु को देखते हुए एक माँ और उसके बेटा है. അവര് പറയുക കുറച്ച് സമയം കൂടെ കഴിയുമ്പോ और वो कहते हैं कुछ समय के बीतने ഞങ്ങൾ पर മരിച്ചു പോകും. हम मर जाएंगे, കാരണം ഈ ആട്ട തീർന്നു പോകും, क्योंकि आटा खत्म हो जाएगा, എണ്ണ തീർന്നു പോകും. ये तेल खत्म हो जाएगा. ദൈവത്തിന്റെ ആത്മാവിനാൽ ഏലിയാവ് അവർ അരികിലേക്ക് വരികയാണ്. लेकिन परमेश्वर के आत्मा से परिपूर्ण होकर एलिया वहाँ पे जाता है. ശ്യാമ അവരെ നോക്കി പറഞ്ഞു, अकाल ने उनको देखकर कहा ഈ ക്ഷാമത്തിൽ നിന്നെ തീർത്ത് കളയോ. कि इस अकाल में मैं तुमको खत्म कर दूंगा. ശത്രു നിന്നെ നോക്കി പറയോ, शत्रु तुझे देखकर कहेगा ഇനി വലിയ അനുഗ്രഹങ്ങളൊന്നും കാണത്തില്ല, अब तू आशीष को नहीं देखने ഇനി അധിക पाएगा. കാലങ്ങളൊന്നുമില്ല. अब ऐसा समय नहीं आएगा. Praise the Lord. Praise the Lord. ഇനി അധിക സമയങ്ങളൊന്നുമില്ല. अभी तेरे पास ज्यादा समय नहीं है. നിന്റെ ദൈവം നിന്നോട് നോക്കി പറയുക, लेकिन तेरा परमेश्वर तुझे देखकर कहता है മരണത്തിന് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. कि मृत्यु तुझे छू भी नहीं पाएगी. ഹല്ലേലൂയ. हालेलुया. മരണത്തിന്റെ ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. मृत्यु की ताकत तुझे हरा नहीं കാരണം सकती, മരണത്തെ തോൽപ്പിച്ചവനാ നിന്റെ കൂടെ ഉള്ളത്. क्योंकि मृत्यु को हराने वाला तेरे पास है. പാതാളത്തെ തോൽപ്പിച്ചവനാ നിന്റെ കൂടെ ഉള്ളത്. अधोलोक को हराने वाला तेरे पास ഇന്ന് है. പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാണ്. आज सुबह के समय विश्वास के साथ परमेश्वर की ഇന്ന് स्तुति करिए. പകൽ ചില പൈശാചികമായ വെല്ലുവിളികൾ തകരട്ടെ. आज सुबह कुछ शैतान के बंधन टूट जाए. നിന്റെ ശരീരത്തെ നോക്കി നീ വെല്ലുവിളിക്കുന്ന ശരീരം को देखकर चुनौती देने वाला, तेरे शरीर को देखकर चुनौती देने നിന്റെ वाला, ആരോഗ്യത്തെ നോക്കി വെല്ലുവിളിക്കുന്ന, तेरे स्वास्थ्य को देखकर चुनौती देने നിന്റെ वाला, ജീവനെ നേരെ വെല്ലുവിളിക്കുന്ന तेरे जीवन के विरोध में जो चुनौती देने ചില वाला, പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽക്കാലം തകർന്നു മാറട്ടെ. और कुछ अंधकार की ताकतें आज सुबह के समय टूट जाए. റാംസികാരികൾ പ്രൗഢഗമനാധികാരികൾ ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. जो विश्वास करते हुए हाथ उठा के परमेश्वर को धन्यवाद स्तुति दे. യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാ, और यीशु अपने चेलों को देखकर कहता है ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. मैं तुम्हें अनाथ नहीं छोड़ूंगा. Praise the Lord. Praise the Lord. അതുപോലെ കർത്താവിന്റെ സാന്നിധ്യം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. और उसी प्रकार परमेश्वर की उपस्थिति उनके चेलों के साथ थी. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയ്ക്ക് വേണ്ടി ശക്തമായ ഒരു പ്രയോജനപ്പെട്ടു. और पवित्र आत्मा से भरकर वो जो है परमेश्वर की कलीसिया के लिए वे उपयोग में आए. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ ശക്തമായി ഉപയോഗിക്കപ്പെട്ടു. और पवित्र आत्मा के द्वारा वो प्रभावशाली ढंग से उपयोग में आए. ആ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. वही परमेश्वर हमारे साथ है. എല്ലാവരും കണ്ണുകളെ അടച്ചാൽ सबने आंखों को बंद करें. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ വായുകളെ തൊട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. जो परमेश्वर की उपस्थिति का अनुभव करते हैं अपने मुंह को खोल के प्रभु को धन्यवाद स्तुति देते रहे. കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്. परमेश्वर के क्रूस की मृत्यु को स्मरण दिलाते हुए पवित्र मेज हमारे सामने है. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. हमारा हृदय हम परमेश्वर को समर्पित करें. നമ്മുടെ ശരീരത്തെ എല്ലാവർക്കും കാണാൻ സാധിക്കും. हम अपने शरीर को देख सकते हैं. നമ്മുടെ ശരീരത്തെ മറ്റുള്ളവർക്കും കാണാൻ സാധിക്കും. हमारे शरीर को दूसरे देख सकते हैं. നമ്മുടെ സ്വഭാവത്തെ മറ്റു പലർക്കും കാണാൻ സാധിക്കും. हमारे स्वभाव को भी दूसरे लोग देख सकते हैं. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെ ദൈവത്തിന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. लेकिन हमारे अंदर के मन को केवल परमेश्वर ही देखता है. എത്ര
എത്ര വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. हमारे मन में कितने प्रकार के विचार आते जाते हैं. ഏതെങ്കിലും രീതിയിൽ ദുഷ്ടതയുള്ള മനസ്സുണ്ടെങ്കിൽ ഇത് പകൽക്കാലം ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. यदि हमारे अंदर एक दुष्टता का मन है तो मुझे शुद्ध कर, ऐसा परमेश्वर से प्रार्थना करें. ആർക്കും കാണാൻ കഴിയാത്തതാ മനസ്സ്. और मन को जो है कोई भी देख नहीं सकता. നിന്റെ ദൈവത്തിന് മാത്രമേ നിന്റെ മനസ്സ് കാണാൻ സാധിക്കത്തുള്ളൂ. केवल परमेश्वर तेरे मन को देख सकता है. ഇത് പകൽക്കാലം ദൈവത്തിന് സമർപ്പിച്ചാട്ടെ. आज सुबह के समय परमेश्वर को समर्पित करें. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയിൽ വേണം നമ്മൾ തിരുമേശയിൽ ഭാഗവാക്കാകുവാൻ. और परमेश्वर और मनुष्य के साथ शुद्ध विवेक के साथ पवित्र में से सहभागी होने के लिए നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ നമ്മുടെ അവസാന തുള്ളി രക്തം വരെ കാൽവരി നമുക്ക് വേണ്ടി കൂട്ടി തന്നു. हमारे पापों से शुद्ध करके उसे धोने के लिए परमेश्वर ने अपना आखिरी बूंद लहू तक जो है हमारे लिए बहा दिया. നമ്മൾ ചെയ്ത സകല കുറ്റത്തിന്റെ ശിക്ഷ അവന്റെ ശരീരത്തിൽ അവൻ കാൽവരിയിൽ ഏറ്റെടുത്തു. हमने किए हुए सारे पापों का दंड जो है उसने कैलवरी पर ले लिया. Praise the Lord. Praise the Lord. കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്താട്ടെ. परमेश्वर के प्रेम को स्मरण करें. Praise the Lord. പണ്ട് നമുക്ക് ദൈവസന്നിധി വരാനുള്ള ഒരു യോഗ്യതയില്ലായിരുന്നു. पहले हम परमेश्वर की उपस्थिति में आने के लिए हमारे अंदर कोई भी योग्यता नहीं थी. ദൈവസന്നിധി അടുത്ത് വരാൻ കഴിയത്തില്ലായിരുന്നു. हम परमेश्वर के करीब नहीं आ सकते ആ थे. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ആ ക്രൂശ് മരണത്തിൽ കൂടി നമുക്ക് ലഭിച്ചു. लेकिन क्योंकि वो परमेश्वर ने क्रूस पर जो है अपने प्राण दे दिए, इसलिए हमें उसके पास आने का जो है अवसर मिला. ആ ക്രൂശിൽ കൂടി ദൈവസന്നിധി വരുവാൻ നമുക്ക് അവസരം നൽകി. और उस क्रूस के द्वारा जो है परमेश्वर के करीब आने का जो है परमेश्वर ने हमें अवसर दिया. ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താട്ടെ. उस परमेश्वर के प्रेम को स्मरण कीजिए. നമ്മുടെ നാശകരമായ അവസ്ഥയിൽ നിന്ന് പിടിവെക്കുക. हमें जो है सत्यनाश के जो है खड्डे में से निकालने के लिए അവന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. उसने अपना जीवन जो है हमारे लिए दे दिया. നാം അനുഭവിക്കുന്ന സകല ശിക്ഷയും അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തു. जो हमने जो शरीर में जो दंड भोगना था उसने अपने शरीर में उठा लिया. ആ കർത്താവിനിൽ വിശ്വസിച്ചുകൊണ്ട് उस परमेश्वर के ऊपर विश्वास നമ്മളെ करके തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് हम अपने आप को पवित्र कर ഈ തിരുമേശയിൽ ഭാഗമാകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. इस पवित्र मेज में सहभागी होने के लिए परमेश्वर हमारी सहायता करे. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഭാഗം, और कुरिन्थियों में पौलुस इस प्रकार से कहता है, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ ये बात मुझे प्रभु से पहुंची. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പോഴെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കുകയും यीशु ने जिस रात वह पकड़वाया गया रोटी ली और धन्यवाद करके उसे तोड़ी. പക്ഷെ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. सब प्रार्थना पूर्वक बैठे. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പോഴെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കുകയും और प्रभु यीशु ने जिस रात वह पकड़वाया गया रोटी ली और धन्यवाद करके उसे तोड़ी. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, यह मेरी देह है जो तुम्हारे लिए है. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. मेरे स्मरण के लिए यही किया करो. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം इसी रीति से उसने ब्याली के पीछे कटोरा भी लिया. പാനപാത്രം എടുത്തു. कटोरा भी लिया. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. यह कटोरा मेरे लहू में नहीं वाचा है. ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. जब कभी पियो तो मेरे स्मरण के लिए यही किया करो. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും क्योंकि जब कभी तुम ये रोटी खाते हो और इस कटोरे में से पीते हो കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. तो प्रभु की मृत्यु को जब तक वह न आए प्रचार करते हैं. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ इसलिए जो कोई अनुचित रीति से प्रभु की रोटी खाए और उसे कटोरे में से पिए കർത്താവിന്റെ ശരീര രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. वह प्रभु की देह और लहू का अपराधी ठहरेगा. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. इसलिए मनुष्य अपने आप को जांच ले और इस रीति से इस रोटी में से खाए और इस कटोरे में से पिए. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാപതി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. क्योंकि जो खाते पीते समय प्रभु की देह को न पहचाने वो इसे खाने और पीने से अपने ऊपर दंड लाता ഇത് है. ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. इस कारण तुम में से बहुत से निर्बल और रोगी हैं. അനേകരും നിദ്രകൊള്ളുന്നു. बहुत से सो भी गए. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. यदि अपने आप को जांचते तो दंड न पाते. വിധിക്കപ്പെടുന്നെങ്കിലും നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. परंतु प्रभु हमें दंड देकर हमारी ताड़ना करता है इसलिए कि हम संसार के साथ दोषी न ठहरे. Praise the Lord. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. सबने आंखों को बंद करें और प्रार्थना करें. നമ്മുടെ വായിൽ വന്ന വാക്കുകൾ ഓർത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. हमारे मुंह से निकले हुए एक वाक्य के लिए परमेश्वर से प्रार्थना करें. ദൈവഹിതമില്ലാത്ത വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, यदि हमने परमेश्वर की इच्छा के खिलाफ कोई बातचीत कही है, നിന്റെ സഹോദരന് വിരോധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, अपने भाई के विरोध में कुछ बात की നിന്റെ है, സഹോദരിക്ക് വിരോധകരമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, अपने बहन के विरोध में कुछ बात की है, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, और यदि झूठ बोला है, ഹല്ലേലൂയ, हालेलुया, യേശു നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, यदि बड़ी बड़ी बात की हो,
ഹല്ലേലൂയ. हालेलुया। മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, यदि दूसरे के बारे में बुरा भला कहा हो, നിന്റെ നാവെടുത്ത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, यदि अपने जीभ के द्वारा दूसरे का अपमान किया हो, ഇന്ന് പകലിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. आज सुबह के समय परमेश्वर से प्रार्थना करें, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. हे परमेश्वर मुझे क्षमा कर। എന്റെ നാവെടുത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന നാവെടുത്ത് ഞാൻ തെറ്റുകൾ പറയുന്നില്ല. जिस जीभ से मैं परमेश्वर की स्तुति करता हूँ, उससे मैं दूसरों की निंदा नहीं करूंगा। ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന ശരീരത്തിൽ, और ये मेरा शरीर जिसमें पवित्र आत्मा वास करता ഈ है, ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, यदि शरीर से मैंने पाप किया है, കർത്താവേ ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല. तो परमेश्वर मैं आगे जो है कोई भी पाप नहीं करूंगा। എന്നേക്കുമായുള്ള തീരുമാനത്തോടുകൂടെ ऐसे निश्चय लेकर കർത്താവിന്റെ തിരുമേശ വിഭാഗമൊക്കെ കർത്താവ് സഹായിക്കട്ടെ. और परमेश्वर के पवित्र मेज में सहभागी होने के लिए परमेश्वर आपकी सहायता करे। ആകെ പ്രാർത്ഥന കരയും. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുവേശങ്ങൾ ഭാഗമാക്കുമ്പോൾ വിശുദ്ധിയോടെ, നിർബന്ധത്തോടെ, ദൈവഭയത്തോടെ, ഭക്തിയോടെ നീ ഞങ്ങളെ സഹായിക്കണമേ. വളരെ വിശുദ്ധിയോടെ, ദൈവഭയത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ വിശുദ്ധനെ ബലപ്പെടുത്തണമേ. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല, നീ ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.